യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും എല്ലാം നിശ്ചയിക്കുന്ന എന്താണ്? നമ്മളുടെ കയ്യിലിരിപ്പ്, നമ്മുടെ വായിലിരിപ്പ്, നമ്മുടെ വീട്ടിലിരിപ്പ്, നമ്മുടെ നാട്ടിലിരിപ്പ്. വീട്ടിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത്. നിങ്ങൾ ഐജിയുടെ മോള് ലിജിക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഹങ്കാരമായിരിക്കും. ഏകദേശം ഓട്ടോ ഓടിക്കുന്ന തങ്കമണിയുടെ മോൾക്ക് തങ്കപ്പൻ്റെ മോള് തങ്കമണി, അവളിങ്ങനെ ചുളുങ്ങിയൊക്കെ നിൽക്കും. കാര്യം വീട്ടിലിരിപ്പ് ഗുണമല്ല. പിന്നെ നാട്ടിലിരിപ്പ്, നിങ്ങൾ താലിബാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അതേ കണക്കായിരിക്കും. നിങ്ങൾ സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ലിബറൽ ആയിരിക്കും. സ്വീഡനിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിവുണ്ടാവും. നിങ്ങൾ സോമാലിയയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗതി നിശ്ചയിക്കുന്നത്. കയ്യിലിരിപ്പ്, വായിലിരിപ്പ്, നാട്ടിലിരിപ്പ്, വീട്ടിലിരിപ്പ്. ഇനി ജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ജനനമില്ല. ജനനം എന്ന് പറഞ്ഞ സാധനമില്ല. അദ്വൈത പ്രകാരമില്ല, പുരാണ പ്രകാരമില്ല, സയൻസ് പ്രകാരമില്ല. ജനനം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജന്മരാശിയാണ് എടുക്കുന്നത്? അതിനവർ പറയുന്നത് ഉദയം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വലിയൊരു കൺസെപ്റ്റാണ് ഉദയം. ഈ ഗോളങ്ങളൊക്കെ ഉദിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞത്. സൂര്യോദയം. സൂര്യോദയം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ സാധനം ഉണ്ടോ? സൂര്യോദയം ഉള്ളത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സൂര്യോദയം ഉള്ളത്. നിങ്ങളിപ്പോൾ ഒരു സ്പേസ് വെഹിക്കിളിനകത്താണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 15-18 ഉദയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറെ കൂടെ സ്പീഡ് കൂട്ടാന്നുണ്ടെങ്കിൽ ഉദയം, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാന്നുണ്ടെങ്കിൽ 30-40 എത്ര ഉദയങ്ങളും ആകാം. ഇനി ഭൂമിയിൽ എവിടെയൊക്കെയാണ് ഉദയങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത്? നിങ്ങൾ ധ്രുവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മാസം പകലാണ്. പിന്നീടും ആ സൂര്യന്റെ പരശോഭം നിലനിൽക്കുന്നതുകൊണ്ട് ഏതാണ്ട് 7.25 മാസം ഉത്തര ധ്രുവത്തിൽ പകലാണ്. നന്നായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ഈവൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 2 മണി 3 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്. രാവിലെ 5 മണിയാകുമ്പോൾ വീണ്ടും ഉദിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കുമോ, രവിസ്ഫുടം, സൂര്യൻ ഉദിച്ചു വരുന്ന രാശി. ഇതൊക്കെ എന്തോന്നാണ്? ഇതൊക്കെ ഈ പഞ്ചായത്തിലുള്ള ഇറ്റ്സ് എ ലോക്കൽ തിങ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ലോക്കൽ ആൻഡ് സബ് ലോക്കലാണ്. ആ സ്ഥലത്ത് കാണുന്ന കാഴ്ചകൾ. ഉദാഹരണം സിറിയസ് നക്ഷത്രം. സിറിയസ് നക്ഷത്രം സൂര്യന്റെ കൂടെ ഉദിച്ചു വരുന്ന സമയം, അല്ലെ, സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് സിറിയസ് നക്ഷത്രം കാണുന്ന സമയം ഈജിപ്തുകാർക്ക് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായിട്ടാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെയാണ് ശരിക്കും വലിയൊരു കണ്ടെത്തലാണ്. നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എക്കല്, മണ്ണ്, വെള്ളം, കൃഷി, സമ്പത്ത്, അങ്ങനെ. അപ്പോൾ ഈ സിറിയസ് നക്ഷത്രം അവർക്കൊരു ഭാഗ്യ നക്ഷത്രമാണ് ഈജിപ്തിൽ നിന്ന് നോക്കിയപ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ ഒരു ഭാഗ്യ നക്ഷത്രമായി ചമച്ചുകൊണ്ട് അതിന് കാരകത്വം കൊടുത്തു. പക്ഷെ ഇതേ നക്ഷത്രം തന്നെ യൂറോപ്യൻസിന് ഇത് സൂര്യനൊപ്പം ഉദിച്ചിരിക്കുമ്പോൾ അവിടെ വരൾച്ചയും വറുതിയുമാണ്. അവരതിന് കൊടുത്ത പേരാണ് ഡോഗ് സ്റ്റാർ, പട്ടി നക്ഷത്രം. അപ്പോൾ ഓരോരോ നാട്ടിൽ ഒരേ സാധനം, ആകാശ കാഴ്ചകൾ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു, ആ ആകാശ കാഴ്ചകൾക്കനുസരിച്ച് നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങളും ജീവിത പരമ്പരകളുമായി ബന്ധപ്പെട്ട്, ഉദാഹരണമായിട്ട് ഒരു നാള് പുണർവം, ശ്രീരാമന്റെ ഒരു നാളാണെന്നൊരു കഥ ഉണ്ടാക്കുന്നു. എന്നിട്ട് ശ്രീരാമന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ പുണർവം നാള് ഉള്ള ഒരുത്തെല്ലാം അങ്ങ് ആരോപിക്കുകയാണ്. ആരോപിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുറെ ശരിയാവും, 20% പൂർണ്ണമായി ശരിയാവും. ഞാൻ പഴയ കൈ പറഞ്ഞോളൂ, 20% പൂർണ്ണമായി ശരിയാവും, 20% ഭാഗ്യമായി ശരിയാവും, 20%